എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ നാമത്തിൽ വന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലൂടെ യാത്ര ചെയ്യുകയാണ്. അതിനകത്ത് ഓരോ വാക്യങ്ങൾക്കും ഇത്രയും അർത്ഥവും വിലയുമുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഓരോ കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ കൂടുതൽ ആഴമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് എല്ലാവർക്കും തന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് മുഴുവനും ഊറ്റിയെടുക്കുവാൻ നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് കൃപ തരുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും കൈത്താങ്ങലുകൾക്കും എല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ പഠനം ഒരിക്കലും നാം അവസാനിപ്പിക്കരുത്. കാരണം നമ്മുടെ ജീവിതം ഒരിക്കലും പഠിപ്പിക്കൽ അവസാനിപ്പിക്കുന്നില്ല. ജീവിതം നമ്മെ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും പഠനം അവസാനിപ്പിക്കരുത്. ഓരോ അനുഭവങ്ങളും പുതിയ പാഠങ്ങളാണ്. ഓരോ പാഠങ്ങളും അതെല്ലാം നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. പലയിടത്തും ജോലിക്ക് ചെല്ലുമ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നല്ല ചോദിക്കുന്നത്. ഞാൻ ഇന്ന ഡിഗ്രി ചെയ്ത ആളാണ് എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് എത്രയുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് പലരും. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ, ഒരു അപകടം വരുമ്പോൾ അതിനെ നേരിട്ട് അതിജീവിച്ച് കടം മേടിച്ചും ചികിത്സ ചെയ്തും കുറേ നാൾ ജോലി പോയി വീട്ടിലിരിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മൾ തന്നെ പറയും, കർത്താവ് എന്തിനാ കർത്താവ് ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഈ വീട്ടിൽ അനുവദിച്ചത്? ദൈവം അനുവദിച്ചതല്ല, അതെല്ലാം ഓരോ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ കൂട്ടിച്ചേർക്കുന്ന അനുഗ്രഹത്തിൻ്റെ അവസരങ്ങളാണ്. അങ്ങനെ അതിനെ കണ്ടാൽ നമ്മൾ ഒരിക്കലും ലജ്ജിക്കില്ല. ഓരോ കാര്യങ്ങളും പുതിയ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ജീവിതം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അറിയാത്ത എത്രയോ കാര്യങ്ങൾ കല്യാണം കഴിച്ചപ്പോഴാണ് പലർക്കും മനസ്സിലായത്. അപ്പോൾ പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെയും കയ്പായ ഒരനുഭവം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ശരിയായ വഴിയിലല്ല എന്ന് തന്നെ മനസ്സിലാക്കണം. നേരോടെ നടക്കുന്നവർക്ക്, ശരിയായ വഴിയിലൂടെ പോകുന്നവർക്കെല്ലാം ഓരോ കയ്പായ അനുഭവങ്ങളുണ്ടാകും. ഈ സത്യം നമ്മൾ അറിയണം, നമ്മളതിനെ നേരിടണം, അതിലൂടെ ഓരോ പാഠങ്ങൾ പഠിക്കണം. ഒരിക്കൽ പഠിച്ച പാഠം അത് പിന്നത്തേതിൽ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് അതിൽ പോയി നമ്മൾ ചാടില്ല. പുതിയ പാഠമാണ് പിന്നീട് പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ കൊള്ളാകുന്നവരായി തെളിയുമെന്നാണ് വചനം പറയുന്നത്. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. ചേർന്ന് പാടി യേശുവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. യേശു, അങ്ങയുടെ രക്തത്താൽ ഞങ്ങൾക്ക് പകർന്നു തന്ന വലിയൊരു പദവിക്കായി നന്ദി കർത്താവ്. ആ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ധൈര്യത്തോടെ ഞങ്ങൾക്ക് വരാം. ധൈര്യത്തോടെ ഏത് സമയത്തും കർത്താവെ അങ്ങേ ആരാധിക്കാൻ തന്ന വലിയ പദവിക്കായി നന്ദി കർത്താവെ. ഒരിക്കൽ മഹാപുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ കയറുന്ന അനുഭവം ഞങ്ങൾക്ക് ഏത് നേരത്തും അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വന്ന് അങ്ങേ ആരാധിക്കുവാൻ തന്ന അങ്ങയുടെ രക്തത്തിനായി നന്ദി കർത്താവെ. കുഞ്ഞാടിൻ്റെ രക്തത്തിനായി നന്ദി അപ്പാ. എല്ലാവരും നന്ദിയോടെ നമുക്കൊന്ന് പാടാം. പരിശുദ്ധ സ്ഥലത്തിൽ ഞാൻ വരുന്നു, ദൈവ കുഞ്ഞാടി രക്തത്തിനാ പരിശുദ്ധനെ ആരാധിക്കുവാൻ അതിധൈര്യമായി ഞാൻ വരുന്നു. പരിശുദ്ധ സ്ഥലത്തിൽ ഞാൻ വരുന്നു, ദൈവ കുഞ്ഞാടി രക്തത്തിനാ പരിശുദ്ധനെ ആരാധിക്കുവാൻ അതിധൈര്യമായി ഞാൻ വരുന്നു.
യേശുവേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നു യേശുവേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നു ആദി പരിശുദ്ധ സ്ഥലത്തിൽ ഞാൻ വരുന്നു ദൈവ കുഞ്ഞാടി രക്തത്തിനാൽ പരിശുദ്ധനെ ആരാധിക്കുവാൻ അതിധൈര്യമായി ഞാൻ വരുന്നു. I enter the holy of I enter the holy of holies. I enter through the blood of the Lamb. I enter to worship you holy. I enter to honor. I am Lord. I worship you. I worship you, Lord. I worship you. I worship you. അങ്ങേ ആരാധിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു ഞാൻ ആരാധിക്കുന്നു യേശുവേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നു യേശുവേ നീ പരിശുദ്ധൻ ഓ പരിശുദ്ധൻ എന്നും ദൂതരോട് ചേർന്ന് For your name is holy, holy, Lord. For your name is holy, holy, Lord. For your name is holy, holy, Lord. യേശുവേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നു യേശുവേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നു. ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വായിക്കുകയാണ്. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറയുവാൻ വകയില്ലായിരുന്നു. അപ്പം ഇവരുടെ പ്രത്യേകത ഒന്ന്, ഇവർ യേശുവിൻ്റെ കൂടെയായിരുന്നു. അതാണ് 13-ാം വാക്യത്തിൽ നമ്മൾ ഒടുവിൽ വായിച്ചത്. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവരെന്ന് എല്ലാവരും മനസ്സിലാക്കി. യേശുവിൻ്റെ കൂടെ ആയിരിക്കുന്നവരുടെ കൂടെ വലിയ സാക്ഷ്യവും കൂടെ നിൽക്കും. സൗഖ്യമായ മനുഷ്യൻ, അമ്മയുടെ ഉദരം മുതലേ മുടന്തനായി പോയവൻ, ജീവിതത്തിൽ ഇന്ന് വരെയും ഉറച്ചെഴുന്നേറ്റ് നിൽക്കാത്തവൻ, പരസഹായത്തിൽ ജീവിച്ചവൻ, ഭിക്ഷാടകൻ, അവനിപ്പോൾ പത്രോസിന്റെ യോഹന്നാന്റെ കൂടെ നിൽക്കുകയാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ സമ്പന്നരും ഒരുമിച്ച് കൂടിയാലും
ഇവനെ എഴുന്നേൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. എന്നാൽ ഇവനിപ്പോൾ മഹാപുരോഹിതന്മാരുടെ കൂടെയല്ല നിൽക്കുന്നത്, ശാസ്ത്രിമാരുടെ കൂടെയല്ല നിൽക്കുന്നത്. സൗഖ്യമായവൻ, അവിടെ വായിക്കുന്നു, സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിര് പറയുവാൻ വകയില്ലായിരുന്നു. പത്രോസിന്റെ നേരെ ഒരു വാക്ക് പറയാൻ പറ്റുന്നില്ല. യോഹന്നാന്റെ ആ നോട്ടത്തിന്റെ മുമ്പിൽ ആർക്കും തിരിച്ചു പറയാൻ കഴിയുന്നില്ല. കാരണം അതുപോലെ ഒരു സൗഖ്യം അവിടെ വ്യാപരിച്ചു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ സ്വീകരിച്ച ഈ മാർഗം, അതിനെ എതിർക്കാൻ കഴിയാത്ത നിലയിലുള്ള ചില വിടുതലുകൾ കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നടക്കുമ്പോൾ ആരും ഇതിനെ എതിർക്കില്ല. അതുപോലെ വ്യക്തമായ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യും. കഴിഞ്ഞിടക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ വന്നിട്ട് മീറ്റിങ്ങിന് ശേഷം എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ വരാൻ കാരണം നിങ്ങളുടെ ചർച്ചിൽ വരുന്ന ഇന്നയാൾ കാരണമാണ്. ഞാൻ ചോദിച്ചു, അദ്ദേഹം സുവിശേഷം പറഞ്ഞു? അല്ലല്ല, അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ ഉള്ള ഒരു വ്യക്തി. അദ്ദേഹം ഭയങ്കര മദ്യപാനിയായിരുന്നു. 1000 രൂപയ്ക്ക് ഒരു ദിവസം കുടിക്കും. മാത്രമല്ല, കുടിച്ച് അകത്ത് കരളെല്ലാം വീക്കായി ഡോക്ടർമാര് വെറും 1 മാസം മാത്രം അവധി പറഞ്ഞ മനുഷ്യൻ ഇന്ന് ആരോഗ്യത്തോടെ ഓടി നടക്കുന്നതിന് കാരണം അദ്ദേഹം യേശുവിൻ്റെ അടുത്തോട്ട് വന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഈ മാറ്റം മദ്യത്തിൽ നിന്നും പാപ സ്വഭാവത്തിൽ നിന്നും രോഗത്തിൽ നിന്നെല്ലാം ദൈവം കൊടുത്ത വലിയ പുരോഗതി കണ്ടിട്ടാണ് ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് വന്നത്. ഇപ്പോഴും കർത്താവിൻ്റെ ശക്തി ജനങ്ങളിലൂടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ പത്രോസിന്റെ യോഹന്നാന്റെ കൂടെ നിൽക്കുന്നു. നിന്റെ കൂടെ നിൽക്കാൻ ഒത്തിരി പേരുണ്ടാകും. കാരണം നിനക്ക് ലഭിച്ച ദൈവകൃപ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ കഴിയുന്ന ദൈവശക്തിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് അത്ഭുത സാക്ഷ്യവുമായി ചിലർ കൂടെ നിൽക്കും. നിങ്ങൾ കർത്താവിൻ്റെ പൈതലാണ്, നിങ്ങൾ യേശുവിൻ്റെ വകയാണെന്ന് മറ്റുള്ളവരുടെ വിടുതൽ നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തിരവും നിങ്ങളുടെ വിശ്വാസവും വാക്കുകൾ മുഖാന്തിരം അനേകർക്ക് ലഭിക്കുന്ന വിടുതലുകൾ നിങ്ങളുടെ ഒപ്പം നിൽക്കും. ആർക്കും എതിര് പറയാൻ കഴിയാത്ത നിലയിൽ നിങ്ങളെ കർത്താവ് ഒരു അത്ഭുത സാക്ഷിയാക്കി മാറ്റും എന്നുള്ളത് നിസ്തർക്കമായ ഒരു കാര്യമായി കർത്താവ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പോകുകയാണ്. എത്ര പേര് അതിന് ആമേൻ പറയും? ഞാൻ അതിന് ആമേൻ പറയുന്നു. അങ്ങനെ തന്നെ സംഭവിക്കും. അടുത്ത വാക്യം, അവരോട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറത്തു പോകാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു. ഇവരെ കുറച്ച് നേരത്തേക്ക് പുറത്താക്കാൻ പറഞ്ഞു. എന്നിട്ട് തമ്മിൽ ആലോചിക്കുകയാണ്. ഒരു ഗൂഢാലോചന നടത്തി ഇവരെ ഒതുക്കാൻ വല്ല മാർഗമുണ്ടോ? ഇനി ഇവരെ ഒതുക്കിയാലോ? പുറകെ വരുന്നുണ്ട് അന്ത്രയോസും കൂട്ടരും. അവരെ ഒതുക്കിയാലോ? പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000 അന്നത്തെ ഏത് വിശ്വാസി എടുത്താലും ഈ ലെവലാണ്. അതുപോലൊരു ആത്മപകർച്ചയും അതുപോലെ ധൈര്യവും അതുപോലെ യേശു ക്രിസ്തു അവരിൽ വെളിപ്പെട്ട് നിൽക്കുകയാണ്. അതിന് പത്രോസ് യോഹന്നാനും തന്നെ വേണമെന്നൊന്നുമില്ല. അങ്ങനെ ഇവരെ പുറത്താക്കിയിട്ട് ഇവർ കൂടിയാലോചിച്ചു. എന്നിട്ട് ഇവർ തമ്മിൽ പറയുന്നൊരു കാര്യമുണ്ട്. 15-ാം വാക്യം, ഈ മനുഷ്യരെ എന്തു ചെയ്യേണ്ടു? പ്രത്യക്ഷമായ അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ. യെരുശലേം മുഴുവനും അറിഞ്ഞു. കാരണം ഭൂമി ഉണ്ടായിട്ട് ഇന്ന് വരെ നടക്കാത്ത കാര്യം സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ സാധാരണ മനുഷ്യരിലൂടെ നടക്കുന്നു. അവർ വലിയ മന്ത്രവാദികളൊന്നുമല്ല. മന്ത്രവാദികളൊന്നും ഗുണം മനുഷ്യർക്ക് ചെയ്യാറില്ല, ദോഷം ചെയ്യുന്നവരാണ്. എന്നാൽ മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന ശക്തി ഇവരിൽ എങ്ങനെ വന്നു? നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നില്ല, എന്നാൽ
യേശുവിൻ്റെ നാമത്തിൽ ഇവർ പറയുമ്പോൾ ഭയങ്കര വിടുതൽ നടക്കുന്നു. എന്താണ് കാര്യം? ഇവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നുമില്ല. കാരണം ദൈവം ഒരു ഹൃദയത്തെ തുറന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അവർക്കത് കേട്ടത് സാക്ഷ്യങ്ങളൊന്നും, കേട്ട വചനം ഉപകാരമായി തീരുന്നില്ല. മറ്റൊരു കാര്യം, ദൈവ വിളിയുടെ ശക്തി എത്ര വലുതാ. പത്രോസിൻ്റെയൊക്കെ വായിൽ നിന്ന് വചനം നേരിട്ട് കേട്ടിട്ട് പോലും 3.5 കൊല്ലം കൂടെ നടന്ന് കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളുടെ പ്രസംഗം പോലും നേരിട്ട് കേട്ടിട്ട് മാനസാന്തരപ്പെടാത്തവരാണ് അവർ. അതിൻ്റെ അർത്ഥം അബ്രഹാം പറയുന്നൊരു കാര്യം യേശു ആ മരണാനന്തര ജീവിതത്തിൽ നടന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ധനവാൻ ആ നരകത്തിൽ കിടന്നുകൊണ്ട് പറുദീസയിലിരിക്കുന്ന അബ്രഹാമിനോട്, മരിച്ചവരിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് എൻ്റെ വീട്ടിൽ ചെന്നാൽ എൻ്റെ 5 സഹോദരന്മാർ വിശ്വസിക്കും. അപ്പോൾ അബ്രഹാം പറയുന്നുണ്ട്, മകനെ, മോശയും ന്യായപ്രമാണവും ആ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ വിശ്വസിക്കാത്ത ഒരു വ്യക്തി മരിച്ചവരിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് വന്നാലും വിശ്വസിക്കില്ല. വലിയ അത്ഭുതങ്ങൾ കണ്ടാൽ അല്ല ജനം വിശ്വസിക്കുന്നത്. ദൈവവചനം വിശ്വസിക്കുന്നവരാണ് വിശ്വാസികളായി മാറുന്നത്. അവരെ ബലപ്പെടുത്താനാണ് അത്ഭുതങ്ങൾ. അത്ഭുതങ്ങൾ കുറെ ഉണ്ടായെന്ന് കരുതി ആരും തന്നെ കർത്താവിനെ വിശ്വസിക്കണമെന്നും ഇല്ല. പിന്നെ എങ്ങനെയാണ് കർത്താവിനെ വിശ്വസിക്കുന്നത്? ഒരു വ്യക്തിയിൽ വചനം ക്രിയ ചെയ്യുന്നുണ്ടെങ്കിൽ, അവൻ ആ വചനത്തിന് ആമേൻ പറയുന്നുണ്ടെങ്കിൽ, വചനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, വചനം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, അവനെ കൈക്കൊള്ളുന്നുണ്ടെങ്കിൽ, വചനത്തെ കൈക്കൊള്ളുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ദൈവമക്കളായി വീണ്ടും ജനന അനുഭവം പ്രാപിക്കുകയുള്ളൂ. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും സാക്ഷാൽ വചനത്തെ കണ്ടവരാണ്, സാക്ഷാൽ വചനം പത്രോസിൽ നിന്ന് കേട്ടവരാണ്. അവർക്കത് വിശ്വാസമായി തീരുന്നില്ല. ഒരു വലിയ സമ്പന്നരാണ്, വലിയ പദവികളുള്ളവരാണ്. അന്നത്തെ റോമൻ ഗവൺമെന്റ് പോലും പേടിക്കത്തക്ക രീതിയിൽ അധികാരമുള്ളവരാണ് ഈ മഹാപുരോഹിതന്മാർ. എന്നാൽ അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതെ, കണ്ണുണ്ടായിട്ട് കാണാതെയും ചെവിയുണ്ടായിട്ട് കേൾക്കാതെയും ഹൃദയം മന്ദമായി പോയ എന്ന് ദൈവം വചനത്തിൽ എഴുതിയ, യേശു എടുത്തു പറഞ്ഞ ആ ഒരു അവസ്ഥയിലാണ് അവർ. അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ കണ്ണുകൊണ്ട് കാണും, ഗ്രഹിക്കയില്ല എന്ന് പറഞ്ഞതുപോലെ അവരുടെ ഹൃദയം തടിച്ചിരിക്കും. അവരിപ്പോൾ പറയുകയാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രത്യക്ഷമായ ഒരടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമാണ്. നിഷേധിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. നിഷേധിക്കുന്ന എന്തിനാണ്? അങ്ങനെ സ്തോത്രം പറഞ്ഞു സ്വീകരിച്ചൂടെ? യേശുവേ എന്നൊന്ന് വിളിച്ചൂടെ? അവന് നിത്യത ഉറപ്പിക്കണ്ടേ? വേണ്ട, അവർക്കത് വേണ്ട. ദൈവം അവരെ അനുവദിച്ചിരുന്നില്ല. എന്നാൽ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് ദൈവം അത് വെളിപ്പെടുത്തി. അതാണ് യേശു പ്രാർത്ഥനയിൽ കർത്താവ് പിതാവിന് നന്ദി പറയുന്നത്. പിതാവേ, ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. ഈ ജ്ഞാനികളെന്ന് പറഞ്ഞ് അവർ മൂഢരായി പോകുമ്പോൾ, ഇതാ ശിശുക്കളായ വിജ്ഞാനമില്ലാത്തവർക്ക് അങ്ങ് ഹൃദയം തുറന്നുകൊടുത്തില്ലേ കർത്താവ്? സാധാരണക്കാരായ മനുഷ്യർക്ക് വചനം മനസ്സിലാക്കാനുള്ള കൃപ കൊടുത്തല്ലോ പിതാവേ, നന്ദി. എന്നാൽ വചനം സ്വീകരിക്കാത്തവർ, അവരെക്കുറിച്ച് പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ച് പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാണ്. നശിച്ചു പോകുന്നവർക്ക് എന്നൊരു ഗ്രൂപ്പുണ്ട്, രക്ഷിക്കപ്പെടുന്നവർ എന്നൊരു ഗ്രൂപ്പുണ്ട്. നിത്യജീവനായി നിയമിക്കപ്പെട്ട എല്ലാവരും വിശ്വസിച്ചു. ദൈവത്തിന്റെ നിയമനമുള്ളവരാണ് നാം. ഇനി ദൈവത്തിന്റെ നിയമനമില്ലാത്ത ചിലർക്ക് വേണ്ടി നമ്മളിരുന്ന് പ്രാർത്ഥിച്ചാൽ അവരും ദൈവത്തിന്റെ ലിസ്റ്റിലോട്ട് ദൈവം എടുക്കും. അവരെ ദൈവം ലോക സ്ഥാപനത്തിന് മുന്നമേ ദൈവരാജ്യത്തിൽ കണ്ടതല്ലെങ്കിലും, ദൈവത്തിന്റെ പ്ലാനിൽ ഇല്ലെങ്കിലും, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അവരെ പ്ലാനിലാക്കാൻ കഴിയും.
എന്ന് ഒരു സത്യം കൂടി മനസ്സിലാക്കണം. നമ്മുടെ പ്രാർത്ഥന നിമിത്തം അവരും ചേർന്ന് വരാനിടയാകും. അടുത്തത്, നമ്മുടെ നല്ല നടപ്പ് കണ്ടിട്ട് മറ്റു പലരും ഈ മാർഗത്തിലേക്ക് വരാനിടയാകും. എന്നാൽ ചിലർ ഇത് കാണുന്തോറും അറിയും തോറും അവരകന്നുകൊണ്ടിരിക്കും. അവർ ദൈവവിളിയിൽ നിന്ന് ദൂരെയാണ്, നശിച്ചു പോകുന്നവരെന്നാണ് അവരെ കുറിച്ച് പൗലോസ് പറയുന്നത്. ഭോഷത്വം, അവർക്കിത് ഭോഷത്തരമാണ്. രക്ഷിക്കപ്പെടുന്നവർക്കോ സൗഖ്യവും സമാധാനവും സ്വസ്ഥതയുമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് പത്രോസ് എടുത്തു പറഞ്ഞു. ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ ഒരൊറ്റ നാമമുള്ളെന്ന് കേട്ടിട്ട് പോലും ഈ പുരോഹിതന്മാർക്കൊന്ന് മുട്ടുകുത്തി യേശുവേ എന്ന് വിളിക്കാൻ കഴിയാതെ പോയി. ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടണമെന്ന് ചോദിക്കാൻ അവരുടെ പദവി, അവരുടെ ജനസ്വാധീനം എല്ലാം അവർ നോക്കിക്കൊണ്ട് ഈ സത്യത്തിന് ചെവി കൊടുക്കാതെ പുറംതിരിഞ്ഞു കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ അവരടുത്ത് നോക്കുന്നത് 17-ാം വാക്യം. എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോട് ഈ നാമത്തിൽ ഇനി സംസാരിക്കരുത് എന്ന് നാം അവരെ തർജ്ജനം ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് പരക്കരുത്. കട്ടുകൊണ്ടുപോയി എന്നുള്ളൊരു കഥയുണ്ടാക്കിയവർ. പട്ടാളക്കാർക്ക് കാശ് കൊടുത്തു, യേശു ഉയർത്തതല്ല, യേശുവിനെ ആൾക്കാർ കല്ലറയെന്ന് ശിഷ്യന്മാർ മോട്ടിച്ചുകൊണ്ടുപോയി. ആ കഥ പാളിപ്പോയി ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെട്ടപ്പോൾ. ഇപ്പോൾ ഇത് പരക്കാതിരിക്കാൻ എന്ത് ചെയ്യും? കോവിഡ് കാലത്ത് ഗവൺമെന്റ് ആലോചിച്ചതുപോലെ ഇത് എങ്ങനെ പരക്കാതിരിക്കും? മാസ്ക് ധരിക്കുക, ഒരു അകലം സൂക്ഷിക്കുക. അപ്പൊ ഇവരുമായിട്ട് ഒരു അകലം സൂക്ഷിച്ച് ഇത് പരക്കാതിരിക്കാൻ ഇവരെ ഒറ്റപ്പെടുത്തുക, ഇവരോട് ആരെ അടുപ്പിക്കരുത്, ഇതൊരു കോവിഡ് പോലത്തെ ഒരു പകർച്ചവ്യാധിയാണ്, ഇത് മറ്റുള്ളവരിലേക്കും പടർന്ന് പിടിക്കും എന്ന് ഇവർക്ക് മനസ്സിലായി. അതെ, സുവിശേഷം അത് കോവിഡിനേക്കാൾ മാരകശേഷിയുള്ളതാണ്. ജീവന്റെ ശേഷി, കോവിഡിന് മാരകശേഷിയെങ്കിൽ ജീവനും ചൈതന്യവും നൽകുന്ന സമൃദ്ധിയായ ജീവന്റെ ശേഷിയുള്ളതാണ് സുവിശേഷം. സുവിശേഷത്തിൽ ആരെങ്കിലും വിശ്വസിച്ചാൽ അവരുടെ സൗഖ്യം, വിടുതലെല്ലാം 100% ഉറപ്പാണ്. ഇത് പരന്നാൽ, ഈ സുവിശേഷം ഒന്ന് പരത്തിയാൽ കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ കഴിയുന്നില്ല, സാമ്പത്തികമില്ലെങ്കിലും അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒന്ന് സുവിശേഷമാണ്. പണമായിട്ട് കൊടുക്കാനില്ല, 1 രൂപ പോലും കൊടുക്കാനില്ല. കുടുംബം രക്ഷപ്പെടാൻ നിങ്ങൾക്ക് യേശുവിനെ കൊടുക്കാമോ? ആ കുടുംബം ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊരു കടപ്പാടുള്ളവരായിരിക്കും. ആയിരങ്ങൾക്ക് ഒരു രക്ഷകയായി തീരുവാൻ യേശുവിനെ കൊടുക്കുവാൻ നമുക്ക് കർത്താവ് കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ ദൈവജനം ശ്രദ്ധിച്ച ഓരോ കുടുംബത്തിലും അസാധാരണമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിനെ കൊടുക്കുവാൻ, സുവിശേഷം പരക്കുവാൻ, സുവിശേഷത്തെ പരത്തുവാൻ എല്ലാവരും സത്യസുവിശേഷം അറിഞ്ഞ് ജീവനും ചൈതന്യവുമുള്ള ഈ ദൈവകൃപയിലേക്ക്, സ്വസ്ഥതയും സാവധാനവും സമാധാനവുമുള്ള ഈ ദൈവകൃപയിലേക്ക് ജനങ്ങൾ ആയിത്തീരുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഇവരുടെ വീടുകളിൽ നടക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. നാളുകളായി മറുപടികൾ കാണാത്ത വിഷയത്തിൽ ഇന്നു മുതൽ ഈ മക്കൾ അത്ഭുതങ്ങൾ കാണട്ടെ, അടയാള സഹിതം കാണട്ടെ. കർത്താവെ, അങ്ങത് ചെയ്യുന്ന ദൈവമാണ്. ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. ആർക്കും എതിര് പറയാൻ കഴിയാത്ത നിലയിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ എൻ്റെ വീട്ടിൽ സംഭവിക്കും. വിശ്വസിക്കാം. നാളെ വരെയാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന. ഇന്ന് 2-ാം ദിവസമാണ്. ഇന്ന് രാവിലെ 10:30 നമ്മുടെ ഉപവാസ പ്രാർത്ഥന ആരംഭിക്കും. നാളെ രാവിലെയും 10:30 സമാപന ദിവസമാണ്. അങ്ങനെ ഈ 2 ദിവസത്തെ പ്രാർത്ഥനയിൽ കഴിയുന്നത്രയും പേർ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടാം. ഗോഡ് ബ്ലെസ് യു.